അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വെള്ളിയാഴ്ച ദിവസം നമ്മളിപ്പോൾ ഉള്ളത് കാസർഗോഡ് പീസ് പബ്ലിക് സ്കൂളിന്റെ മുമ്പിലാണ്. ഇവിടുത്തെ ഏതെങ്കിലും പരിപാടിക്ക് സംബന്ധിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല വന്നത്. ഒരുപാട് എഡ്യൂക്കേഷൻ ദിവസത്തിലും ഒരുപാട് കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, 2 ആഴ്ച മുമ്പ് നമ്മൾ ഇതേ കുട്ടികളോടൊപ്പം അഡ്ഡിനടുക്കയിലെ 3 കുട്ടികൾ മുങ്ങി മരിച്ച 3 പെൺമക്കൾ മുങ്ങി മരിച്ച ഒരു വീട്ടിലേക്ക് ഒരു യാത്ര പോയിരുന്നു. ഈ വിഷൻ ന്യൂസ് സംപ്രേഷണം ചെയ്ത ഒരു ദയനീയ കഥ കണ്ടറിഞ്ഞ് ഈ സ്കൂളിലെ 5ലും 6ലും ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ്. അവർ വീട്ടിൽ നിന്ന് ഒരുപാട് സാധനങ്ങളും കളിക്കൂപ്പുകളും അവിടെ ഉമ്മക്കുള്ള സമ്മാനങ്ങളൊക്കെ ഒരുപാട് സാധനങ്ങളുമായിട്ട് ഒരു 2 സ്കൂൾ ബസ് നിറയെ സമ്മാനങ്ങളുമായിട്ട് അവിടേക്ക് പോയത്. അവിടേക്ക് പോയിട്ടുമ്പോൾ കുട്ടികൾ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, എപ്പോഴാണ് ഞങ്ങൾക്ക് ഇവരുടെ പുതിയ വീട്ടിലേക്ക്, ആ വീടിന്റെ ഒരു നൊമ്പരം കണ്ടറിഞ്ഞ് അവർ ചോദിച്ചു, എപ്പോഴാണ് നമുക്ക് ഈ ഒരു പുതിയ വീട്ടിലേക്ക് ഇവരുടെ വീട്ടിലേക്ക് വരാൻ പറ്റുക? എനിക്കത് അവർക്ക് പറയാനൊരു ഉത്തരം ഉണ്ടായിരുന്നില്ല. കാരണം അതിനുവേണ്ടി ആരും മുന്നോട്ട് വന്നിരുന്നില്ല. പക്ഷെ ആരും മുന്നോട്ട് വരാത്തപ്പോൾ ഇവർ തന്നെ തീരുമാനിച്ചു. ഇവരുടെ പാരന്റ്സിനോട് പോയി പറഞ്ഞു, ഇവർക്കൊരു പുതിയ വീടുണ്ടാക്കണം. അങ്ങനെ ഇതൊരു ചരിത്രപരമായൊരു തീരുമാനം എന്ന് പറയും. കാര്യം ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, നമ്മൾ സാധാരണ വിചാരിക്കുന്ന പുറം ലോകവുമായിട്ടൊന്നും അധികം ബന്ധമില്ലാത്ത, സഹജീവികളുടെ നൊമ്പരങ്ങളൊന്നും അറിയാത്ത ആൾക്കാരുണ്ട്. പക്ഷേ കാസർഗോഡ് പീസ് പബ്ലിക് സ്കൂളിലെ കുട്ടികൾ അവരുടെ ഒരു വീടിന്റെ നിർമ്മാണം ഞങ്ങൾ കുട്ടികൾ ചേർന്ന്, ഞങ്ങളുടെ പാരന്റ്സ് ചേർന്ന് ഏറ്റെടുക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിന് മാനേജ്മെന്റ് അതിന് മുഴുവൻ സപ്പോർട്ടുമായി കൂടെ നിന്നിരിക്കുകയാണ്. അങ്ങനെ ഒരു അഭിമാനകരമായ ഒരു നിമിഷമാണ് ഇപ്പോൾ ഉള്ളത്. അന്ന് പോയവര് ഇക്കൊടുത്തിട്ടുണ്ട്. അത് എന്ത് തോന്നുന്നു പോയിട്ടാകുമ്പോൾ വിശേഷം എങ്ങനെയാണ് ഇങ്ങനെ ഒരു വീടുണ്ടാക്കാൻ വേണ്ടിയൊക്കെ എത്തിയത്? അവിടെ പോയപ്പോൾ ഓരോ വീട് കണ്ടപ്പോൾ ഞങ്ങൾക്ക് സങ്കടമായി. എന്നിട്ട് ഞങ്ങൾ മാനേജ്മെൻറ്റും സ്കൂളും ഞങ്ങളുടെ പാരൻസിൻ്റെ സപ്പോർട്ടും ടീച്ചിങ് സ്റ്റാഫ്സും ഒക്കെ പ്ലാൻ ചെയ്തു അവർക്കൊരു വീട്. അല്ല, അന്ന് പോയിട്ടുണ്ട് ഞാൻ വീട്ടിൽ പോയിട്ട് എന്ത് പറഞ്ഞു? പറയാൻ വേണ്ടി അതായത് എന്തായാലും ഇന്നലെ എൻ്റെ ഒരു പീസ് പബ്ലിക് സ്കൂളിൽ ഒരു പാരന്റ്, എൻ്റെ സുഹൃത്തിനെ ഞാൻ കണ്ടു. അപ്പോൾ ആ സുഹൃത്ത് പറയാണ്, വീട്ടിൽ വന്നിട്ട് അവരുടെ മകൻ പറയുന്ന കാര്യം, ഞങ്ങൾക്ക് വലിയൊരു തുക നമുക്ക് ഈ ഒരു വീടിന് വേണ്ടി കൊടുക്കണം. അങ്ങനെ ഒരു ആവേശമാണ്. നമ്മൾ കാസർഗോഡ് കുട്ടികൾ എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ എന്താണ് പറയേണ്ടത്, കാസർഗോഡ് പുള്ളോ എന്ന് പറയുമ്പോൾ ആഡംബരക്കാരാണ്, അല്ലെങ്കിൽ നമ്പർ പ്ലേറ്റ് ലേലം വിളിക്കുന്നതാണ്, അല്ലെങ്കിൽ ഏറ്റവും പുതിയ ഫാഷൻ ഡ്രസ് കോഡ് അണിയുന്നതാണ്. ഇതൊക്കെയാണ് കാസർഗോഡ് കുട്ടികൾ. അല്ല, ഇവരാണ് യഥാർത്ഥ കാസർഗോഡ് ഹീറോസ്, ഇവരാണ് യഥാർത്ഥ കാസർഗോഡ് പുള്ളോ. അപ്പോൾ എനിക്കൊരു ബിഗ് താങ്ക് യു, ബിഗ് സല്യൂട്ട്. ഇത് എന്റെ മാത്രം സല്യൂട്ട് അല്ല, എന്റെ മാത്രം താങ്ക്സ് അല്ല, കാസർഗോഡ്, ഹോൾ കാസർഗോഡ് പറയാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഹോൾ കേരള പറയാൻ ആഗ്രഹിക്കുന്ന ഒരു താങ്ക്സ് ആണ്. അപ്പോൾ ഇനി ഒരു വീട് നമുക്ക് ഇവർ നിർമ്മിച്ചു നൽകും. അതോടൊപ്പം വേറൊരു വാഗ്ദാനം കൂടി എന്ന് പറഞ്ഞാൽ, ഇവർക്ക് ഇവിടെ തന്നെ സ്ഥലമുണ്ട് പീസ് പബ്ലിക് സ്കൂളിന്റെ. ഇവർ ഇവിടേക്ക് വരാൻ സന്നദ്ധമാണെങ്കിൽ, നമ്മളിപ്പോൾ 45 കിലോമീറ്റർ അകലെയാണ്, ഇവർ ഇവിടേക്ക് വരാൻ സന്നദ്ധമാണെങ്കിൽ പീസ് സ്കൂൾ മാനേജ്മെന്റ് ട്രസ്റ്റ് തന്നെ ഇവർക്ക് സ്ഥലം നൽകും. അതുപോലെ തന്നെ അത് 2 കുട്ടികളുടെ വിദ്യാഭ്യാസം ഇതേ സ്കൂളിൽ വെച്ച്, ഏറ്റവും സൗകര്യങ്ങളുള്ള, ഇതേ നിലവാരമുള്ള ഇതേ സ്കൂളിൽ അവർക്ക് വിദ്യാഭ്യാസം നൽകും. അതോടൊപ്പം അവിടുത്തെ 2 ഉമ്മമാർക്ക് ജോലി കൂടി നൽകാൻ സന്നദ്ധമാണ് എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, വളരെ ഒരു അഭിമാനകരമായ നിമിഷമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്തായാലും ഇനി ഒരു വീട് കൂടി, അവിടെ 2 കുടുംബങ്ങളുണ്ട്, ഇനിയൊരു വീട് കൂടി വേണം. അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക്? ഇൻഷാ അല്ലാഹ് നമുക്ക് എന്താണ് ഇവരോടൊക്കെ പറയാനുള്ളത്? Let's all join our hands together for this charity. Inshallah. Jazakallah khair.